ഫിഖ്ഹിൽ 16-ാമത്തെ പാഠം, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിസ്കാരത്തിലെ സുന്നത്തുകൾ രണ്ടായിട്ട് തരം തിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ആദു സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത്. അല്ലെ? അബ്ആദു സുന്നത്തും ഹൈആത്ത് സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അബ്ആദു സുന്നത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന, മറ്റു സുന്നത്തുകളേക്കാൾ കൂടുതൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന സുന്നത്തുകളാണ്. അതായത് ഫർദ് ചെയ്ത കൂലിയോടടുത്ത് നിൽക്കുന്ന കൂലി ലഭിക്കും അബ്ആദു സുന്നത്തിന്. അങ്ങനെ അത്രത്തോളം പ്രാധാന്യമുള്ള സുന്നത്ത്, അബ്ആദു സുന്നത്ത് വല്ല കാരണവശാലും നമ്മുടെ നിസ്കാരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനുള്ള അവസരം കൂടെ തരുന്നുണ്ട്. അല്ലെ? അത് പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടെ തരുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ സുന്നത്താണ് അബ്ആദു സുന്നത്ത്. അബ്ആദു സുന്നത്തുകൾ 7 അത് ഏതെല്ലാം നമുക്ക് പറയാം. ഇനി അടച്ചോളൂ. പിന്നെ അബ്ആദു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനുള്ള അവസരം എവിടെയാണ്? നമ്മൾ നിസ്കാരം സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. എന്നാൽ ഇതല്ലാത്ത സുന്നത്ത്, ഈ 7 സുന്നത്തുകളല്ലാത്ത മറ്റു സുന്നത്തുകളൊക്കെ ഹൈആത്ത് സുന്നത്തുകളാണ്. ഈ ഹൈആത്ത് സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്, പരിഹരിക്കാനുള്ള മറ്റു അവസരങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഓക്കെ, നമുക്കത് പറയാം. ഇതാണ് വ്യത്യാസം. അബ്ആദു സുന്നത്ത് മറന്നുകൊണ്ട് ഒഴിവായി പോയാൽ, അല്ലെങ്കിൽ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒഴിവായിട്ടുണ്ടെങ്കിൽ, നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് സലാം വീട്ടുന്നതിന് മുന്നേയുള്ള സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ കഴിയും. മറ്റുള്ളത് സുന്നത്തുകൾ അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല. പറയാം, ഷോർട്ടായിട്ട് പറയാം. അബ്ആദു സുന്നത്തുകൾ 7. ഒന്ന്, ആദ്യത്തെ തശഹുദ്. ആദ്യത്തെ തശഹുദ് എന്ന് പറഞ്ഞാൽ രണ്ടിലധികം റക്അത്തുള്ള നിസ്കാരത്തിലെ 2 തശഹുദ് ഉണ്ടാവുള്ളൂ. അല്ലെ? 2ലധികം റക്അത്തുള്ള നിസ്കാരം, ഫർദ് നിസ്കാരം ഏതാണ്? മഗ്രിബ്, മറ്റ് സുബ്ഹി അല്ലാത്ത മറ്റ് നിസ്കാരങ്ങളൊക്കെ 2ലധികം റക്അത്തുള്ളതാ. അപ്പോ ആദ്യത്തെ തശഹുദ് ഓതുക എന്നുള്ള സുന്നത്ത് വരുന്നത് ഏതില്ല? സുബ്ഹി അല്ലാത്ത മറ്റെല്ലാ നിസ്കാരങ്ങളിലും വരുന്നുണ്ട്. ആദ്യത്തെ തശഹുദ് ഓതൽ, ആദ്യത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അവിടെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നേ പറയുന്നുള്ളൂ, നബിയുടെ കുടുംബത്തിന്റെ മേൽ പറയുന്നില്ല, ശ്രദ്ധിക്കണം. പിന്നെ 3-മത്തത് തശഹുദിനും, ഈ ആദ്യത്തെ തശഹുദിനും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി ഇരിക്കൽ. 3 കാര്യങ്ങളാ. പിന്നെ ഈ ഹാനിയ ചിരിക്കുന്ന എന്താണെന്നറിയാം? മൻഹ മുനീറിന്റെ ബാക്കിൽ വന്നിട്ട് അനിയത്തി ഡിസ്കോ കളിക്കുന്നത് കണ്ടിട്ട് ഹാനിയ ചിരിക്കുന്നു, അതെനിക്ക് മനസ്സിലാവും. പിന്നെ 3 സുന്നത്തുകൾ പറഞ്ഞു. ഒന്നാമത്തെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ. 3-മത്തത് ഈ തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. 3 കാര്യങ്ങൾ, 3ഉം കണക്റ്റഡ് ആണ്. അത് 3ഉം ചേർത്ത് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് 7 എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 4-മത്തത് എന്താണ്? 4-മത്തത് ഖുനൂത്ത് ഓതൽ. അല്ലെ? ഈ 1-മത്തെ തശഹുദ്, ഈ ആദ്യം പറഞ്ഞ 3 സുന്നത്തുകൾ ഇവിടെ നമുക്ക് സുബ്ഹ് നിസ്കാരത്തിൽ കിട്ടൂല. അല്ലെ? കാരണം സുബ്ഹ് നിസ്കാരത്തിൽ ഒരേ ഒരു തശഹുദേ ഉള്ളൂ, അത്തഹിയ്യാത്തേ ഉള്ളൂ. കാരണം ആകെ 2 റക്അത്തല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ തശഹുദും അതിനുശേഷമുള്ള സ്വലാത്തും, ഈ തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക എന്നുള്ള 3 കാര്യങ്ങളും സുബ്ഹ് നിസ്കാരത്തിൽ കിട്ടുന്നതല്ല. അപ്പോ സുബ്ഹ് നിസ്കാരത്തിൽ നമുക്ക് ലഭിക്കുന്ന അബ്ആദു സുന്നത്തുകൾ ഏതെല്ലാമാണ്? അതാണ് പറയുന്നത്. 4-മത്തത് ഖുനൂത്ത് ഓതൽ. 5, ഖുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. 6-മത്തത് ഖുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കൽ. ഇപ്പം തന്നെ 6 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഉണ്ടല്ലോ അല്ലെ? സുബ്ഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞത്. ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് ചൊല്ലൽ. ഈ ഖുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കൽ, നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഖുനൂത്ത് നിർവഹിക്കാറുള്ളത്. അപ്പൊ 6 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് ബാക്കിയുള്ളൂ. അതേതാണ്? 7-മത്തെ കാര്യം, ഒടുവിലെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേലില് സ്വലാത്ത് ചൊല്ലൽ. ഇതെവിടുന്ന നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്, കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചൊല്ലുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറയലോടെ നബി തങ്ങളുടെ മേലുള്ള സ്വലാത്തായിട്ടുണ്ട്.
കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്താണ് ബാക്കി ചൊല്ലുന്നത്. വഅല ആലി സയ്യിദിന മുഹമ്മദ്, അത് കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത. ഇത് അബാദ സുന്നത്താണ്. അത് ഒന്നാമത്തെ തശഹുദിൽ ഈ എന്തില്ല, വഅല ആലി സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലൽ സുന്നത്തില്ല. ഓക്കെ, നിർബന്ധം തീരെ ഇല്ല, സുന്നത്ത് പോലും ഇല്ല. ഒന്നാമത്തെ തശഹുദിൽ ഇങ്ങനെയുള്ളൂ സുന്നത്തായിട്ടുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അത്രമാത്രം പറഞ്ഞ് പിന്നെ നേരെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഇങ്ങനെയാണ്. അവസാനത്തെ അത്തഹിയ്യാത്തിൽ നിർബന്ധമായത് അത്തഹിയ്യാത്ത്, അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അതൊരാൾ വിട്ടുപോയാൽ പിന്നെ നിസ്കാരം ബാത്തിലായി. പിന്നെ വഅല ആലി സയ്യിദിന മുഹമ്മദ് എന്ന് നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏതാണ്? അബ്വാദു സുന്നത്താണ്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ 7 സുന്നത്തുകളാണ് അബ്വാദു സുന്നത്തുകൾ. പിന്നെ ഇവയല്ലാത്ത സുന്നത്തുകളെല്ലാം ഹൈആത്തുകളാണ്. അവയിൽ പലതും നാം പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെയും ധാരാളം സുന്നത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് ഓരോ നിസ്കാരങ്ങൾക്ക് പ്രത്യേകമായ ചില സൂറത്തുകൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. ജുമുഅ നിസ്കാരം, വെള്ളിയാഴ്ച പകലിലുള്ള ജുമുഅ നിസ്കാരം, അതുപോലെ തറാവീഹ് നിസ്കാരം, റമദാനിലെ വിത്ർ നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, സുബ്ഹ് നിസ്കാരം എന്നിവയിലും മഗ്രിബ് ഇശാ എന്നിവയുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും, ആദ്യം പറഞ്ഞ നിസ്കാരങ്ങളിൽ പൂർണ്ണമായും ആകെ 2 റക്അത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ മഗ്രിബ് ഇശാ എന്നീ ഫർദ് നിസ്കാരങ്ങളുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും മാത്രം, പിന്നെ ഇമാമ്, അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഉറക്കെ ഓതുക. ഓതുന്നത് ഫാത്തിഹയും സൂറത്തും ഓതുന്നതൊക്കെ ഉറക്കെ ഓതുക എന്നുള്ളത് സുന്നത്താണ്. ജുമുഅ നിസ്കാരത്തിൽ പൂർണ്ണമായും ഉറക്കെ ഇമാമിനെ സുന്നത്തായി വരുള്ളൂ ജുമുഅ നിസ്കാരത്തിൽ. കാരണം ബാക്കിയൊക്കെ മഅ്മൂമുകൾ ആരും ഉറക്കെ ഓതൽ സുന്നത്തില്ല. തറാവീഹ് നിസ്കാരം അത് ഒറ്റക്ക് നിസ്കരിക്കുന്നയാളാണെങ്കിലും പിന്നെ ഇമാമായി നിന്ന് നിസ്കരിക്കുന്നയാളാണെങ്കിലും അവർ ഉറക്കെ ഓതൽ സുന്നത്താണ്. ജുമുഅ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മറുപടി പറയൂ. ഇല്ല. ഇല്ല. ളുഹർ നിസ്കാരം നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാം, പക്ഷെ ജുമുഅ അങ്ങനെ കഴിയില്ല. ജുമുഅക്ക് 40 ആളുകളെങ്കിലും മിനിമം വേണം. അതല്ലാത്ത ചെറിയ എണ്ണം കൊണ്ട് നിസ്കരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ്? ജുമുഅ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ 40 പേരെങ്കിലും, അതേ ആ നാട്ടിലെ തന്നെ താമസിക്കുന്ന ആളുകളായ 40 പേര് വേണം. പിന്നെ ഫർദ് നിസ്കാരങ്ങളാകുന്ന മഗ്രിബ് ഇശാ എന്നീ നിസ്കാരങ്ങൾ, അതൊക്കെ 2-ൽ കൂടുതൽ റക്അത്തുള്ള നിസ്കാരങ്ങളാണ്. ഈ നിസ്കാരങ്ങളുടെ ആദ്യത്തെ 2 റക്അത്തുകളിൽ മാത്രമാണ് ഉറക്കെ ഓതൽ സുന്നത്തുള്ളൂ. പറഞ്ഞു കഴിഞ്ഞു. മറ്റു നിസ്കാരങ്ങളിലൊക്കെ പതുക്കെ ഓതലാണ് സുന്നത്ത്. അപ്പൊ ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ വീട്ടിൽ വെച്ച് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അസ്ർ നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതൽ സുന്നത്ത് എന്ന് കേട്ടോണ്ട് അസ്റിന് ഇനി ഒറ്റക്ക് നിസ്കരിക്കുമ്പോ എന്ത് ചെയ്യരുത്? ഉറക്കെ ഓതരുത്. അസ്ർ അതുപോലെ മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ പതുക്കെ ഓതൽ തന്നെയാണ് സുന്നത്ത്. ഓക്കെ, പക്ഷെ പതുക്കെ എന്ന് പറഞ്ഞാൽ ഒരാളും കേൾക്കാതെ, നമ്മൾ തന്നെ കേൾക്കാത്ത രീതിയിലല്ല, നമ്മളെ ശരീരം തന്നെ കേൾക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫർദൊക്കെ നമ്മുടെ ശരീരത്തെ തന്നെ കേൾപ്പിക്കണം. ഇനി പറയുന്നു, ഇമാമ് കുനൂത്ത് ബഹുവചനമാക്കി ചൊല്ല. ഒറ്റക്ക് നിസ്കരിക്കുന്നവർ കുനൂത്ത് ഓതുമ്പോ എങ്ങനെ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്, ഇങ്ങനെയാണ് ചൊല്ല. എന്നാൽ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നവർക്ക് കേൾക്കാൻ സാധിക്കും ഇമാമു ചൊല്ലുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. ഇതൊക്കെ എന്താണ്? ബഹുവചനമാക്കുന്നതാ. എല്ലാവരെയും, ഇമാമിനെയും ഇമാമിന്റെ കൂടെയുള്ള ജമാഅത്തിൽ പങ്കെടുത്ത മഅ്മൂമുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ബഹുവചനമാക്കുകയാണ്. ഇമാമ് ഖുനൂത്ത് ബഹുവചനമാക്കലും ഉച്ചത്തിൽ ഓതലും അതിലെ ദുആ വചനങ്ങൾക്ക് ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കുന്ന മഅ്മൂമുകൾ ആമീൻ പറയലും സുന്നത്താണ്. ഇത് ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും. മനസ്സിലായല്ലോ? കുനൂത്തിലെ സുന്നത്തുകൾ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൂരിപ്പിക്കൽ എന്തായിരിക്കും ചോദ്യം വന്നേക്കാം. എന്നാൽ
ഖുനൂത്തിൽ തന്നെ ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക വഇന്നഹു ലാ യസില്ലു മൻ വാലൈത അങ്ങനെ വരുന്ന ഭാഗമുണ്ട്. ഫഇന്നക തഖ്ദി എന്നത് മുതൽ മഅ്മൂം ഓതേണ്ടതാണ്. അപ്പം ഇമാമിന്റെ കൂടെ സുബ്ഹി നിസ്കരിക്കുന്നയാള് ഖുനൂത്തിന്റെ അവസരത്തിൽ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് മുതൽ അങ്ങനെ പോന്നാൽ മഅ്മൂമുകൾ അങ്ങനെ ആമീൻ പറയാ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്. ഇതുവരെ മഅ്മൂമുകൾ ബാക്കിൽ ഇമാമിന്റെ പിറകിൽ അങ്ങനെ ആമീൻ 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 എന്നാ പറയാ. അതിന്റെ കൂടെ ചൊല്ലലിൽ സുന്നത്തില്ല. എന്നാൽ പിന്നെ فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك. ഇതുവരെ ഇമാമിന്റെ കൂടെ തന്നെ മഅ്മൂമുകൾ ചൊല്ലൽ സുന്നത്താണ്. മഅ്മൂമുകളും ചൊല്ലണം, അല്ലാതെ ആമീൻ പറയല്ല വേണ്ടത്. പിന്നെ അവസാനം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും കുടുംബത്തിന്റെ മേലിലുള്ള സ്വലാത്തും സലാമും അത് ഇമാമു ചൊല്ലുക, മഅ്മൂമുകൾ ആ സ്വലാത്തിനും ആമീൻ പറയുക. ഇതാണ് സുന്നത്ത്. മനസ്സിലായല്ലോ? മഅ്മൂമുകളും ചൊല്ലുക കൂടെ ചെയ്താൽ ആമീൻ പറയുകയും ചൊല്ലുകയും ചെയ്താൽ വളരെ നന്നായി. ഇങ്ങനെ ഇവിടെ പറയുന്നത് ഫഇന്നക തഖ്ദി എന്നത് മുതൽ മഅ്മൂം ഓതേണ്ടതാണ്, മഅ്മൂമും ചൊല്ലേണ്ടതാണ്. ഇവയെല്ലാം ഹൈആത്ത് സുന്നത്തുകളിൽ പെട്ടതാണ്. പിന്നെ അതിന്റെ ഉത്തരങ്ങൾ ചോദിക്കുന്നുണ്ട്. അബ്ആദ് സുന്നത്തുകൾ എത്ര? നബിയുടെ മേൽ സ്വലാത്ത് അബ്ആദിൽ പെട്ടതാണ് എപ്പോൾ? രണ്ടാമത്തെ തശഹുദിൽ അല്ലെ? നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അല്ല, നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അബ്ആദിൽ പെട്ടതാകുന്നത് എപ്പോഴാണ്? ഒന്ന് ഉത്തരം പറഞ്ഞേ. ഒന്നാം തശഹുദിന് ശേഷം. ഒന്നാം തശഹുദിന് ശേഷം നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് അബ്ആദിൽ പെട്ടതാണ്. എന്നാൽ അത് ഫർദാകുന്നത് എപ്പോഴാണ്? രണ്ടാം തശഹുദിന് ശേഷം. വെരി ഗുഡ്. താഴെയുള്ള ടാബിള് കണ്ടല്ലോ, അതിൽ പൂർത്തിയാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്നാം തശഹൂദ് അബ്ആദോ ഹൈആത്തോ എന്ന് എഴുതി കൊടുക്കുക വേണ്ടത്. ഫർദ്, അബ്ആദ്, ഹൈആത്ത് എന്നിവ വേർതിരിക്കുക. ഫർദ് ആണെങ്കിൽ ഫർദ്, അബ്ആദ് ആണെങ്കിൽ അബ്ആദ് എന്ന് എഴുതി കൊടുക്കണം, ഹൈആത്ത് ആണെങ്കിൽ ഹൈആത്ത് എന്ന് വേർതിരിച്ചു കൊടുക്കണം. അല്ലെ? അങ്ങനെ ഒന്നാം തശഹൂദ് അബ്ആദ്, ഇഅ്തിദാൽ ഫർദ്, വജ്ജഹത്തു ഹൈആത്ത്. അവസാനത്തെ തശഹൂദ് എന്താണ്? പെട്ടെന്ന് പറഞ്ഞോ. ഫർള്. വെരി ഗുഡ്. രണ്ടാം സലാം, രണ്ടാമത്തെ സലാം ഖുനൂത്തിന് വേണ്ടി നിൽക്കൽ. ഞാൻ പറഞ്ഞ പേര് പറയുന്നവർ പറഞ്ഞാൽ മതി. ഖുനൂത്തിന് വേണ്ടി നിൽക്കൽ. ദാനിഷ്. വെരി ഗുഡ്. ജുമുഅയിൽ ഉറക്കെ ഓതൽ, ജഹ്റാക്കൽ എന്ന് പറഞ്ഞാൽ ഉറക്കെ ഓതലാണ് കേട്ടോ. ജുമുഅയിൽ ഉറക്കെ ഓതൽ. ഫാത്തിമ. ജുമുഅ നിസ്കാരത്തിൽ ഉറക്കെ ഓതുക എന്നുള്ളത് എന്താ? ഫർളാണോ അബ്ആദാണോ ഹൈആത്താണോ? ഫാത്തിമ. അബ്ആദ്. ഫസീഹ് മുഹമ്മദ് പറഞ്ഞേ. ഉറക്കെ പറ, ആരും കേൾക്കൂ. നോമ്പായതുകൊണ്ടാ? ഉറക്കെ പറ. അതിലൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടോ മേൻ. ജുമുഅ നിസ്കാരത്തിൽ ഇമാമും ഉറക്കെ ഓതുക എന്നുള്ളത് എന്താണ്? ഫർദാണോ അബ്ആദ് സുന്നത്താണോ ഹൈആത്ത് സുന്നത്താണോ? അതാണ് പറയണ്ടേ. ഫർദാ. റജ പറഞ്ഞേ. കേട്ടില്ല, കാറ്റ് പോലും വന്നില്ല.
ഹൈഹാത്ത് ഹൈആത്ത് വെരി ഗുഡ്. റജ പറഞ്ഞ ഉഷാറായി. ഫാത്തിമ കൊണ്ട് കൊളാക്കി. ആ പിന്നെ കുനൂത്തിൽ മഅ്മൂമ് ആമീൻ പറയൽ. കുനൂത്ത് സുന്നത്താണ്, എന്നാൽ മഅ്മൂമുകൾ ആമീൻ പറയുക എന്നുള്ളത്. കുനൂത്തിൽ മഅ്മൂം ആമീൻ പറയൽ എന്താണ്? ഹൈആത്ത് ഹാനിയ പറഞ്ഞേ. ആ പോട്ടെ. ഫാത്തിഹ ഓതൽ അത് പറയേണ്ടത് ഫാത്തിമത്തുൽ സിയ. ഹൈആത്താണോ അബ്ആദാണോ ഫാത്തിഹ ഓതൽ? ഏ ഹൈആത്ത് ആ ഫാത്തിഹ ഓതല് ഹൈആത്ത് അത്ര. ജസ പറഞ്ഞേ. അബ്ആദ് ആകെ രണ്ടെണ്ണം ഉള്ളൂ നിസ്കാരത്തിൽ. ആകെ അബ്ആദും ഹയാത്തും മാത്രമേ ഉള്ളൂ. ഫർദൊന്നും ഇല്ലേ? ലാസിം എല്ലാരും ശബ്ദം എങ്ങനെ നോമ്പ് ഏതാണ്ടാ? ഉറക്കെ പറ. കർദ ഫർദ് അല്ലേ? ഫാത്തിഹ ഓതൽ ഫർദ്. ഒന്നാം സലാം അവിടെ പറയാ. അതാരാ പറയാ? ആകെ ഞാൻ കുറച്ച് 12 ആൾക്കാരെ മുഖം കാണുന്നുള്ളൂ. ഒന്ന് എന്റെ മുഖം തന്നെയാണ്. ബാക്കിയുള്ള ഹൻഫ പറഞ്ഞേ. ഒന്നാം സലാം വീട്ടൽ. ഒളിച്ചിരിക്കുന്നവരൊക്കെ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടും കേട്ടോ. ഫിദാന് മുഹമ്മദ് സി രണ്ടു പേർക്കും ഓപ്ഷൻ ഉണ്ട്, അത് ക്യാമറ ഓഫ് ആക്കാൻ. ബാക്കിയുള്ളവർക്ക് ആർക്കും ഓപ്ഷൻ ഇല്ല. ഹാദിയ ഹലീമ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോവാണ്, ക്യാമറ ഓഫ് ആക്കിയതുകൊണ്ട്. ഒന്നാം സലാം വീട്ടൽ ഫർദ് അല്ലെ? കഴിഞ്ഞു. തറാവീഹ നിസ്കാരം, അതിനെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം തറാവീഹ നിസ്കാരം എപ്പോൾ നിസ്കരിക്കേണ്ട നിസ്കാരമാണ്, ഏത് മാസം മാത്രമുള്ളതാണ്, എത്ര റക്അത്താണ്, അത് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തറാവീഹ് എന്ന് പറയുന്നു ഏത് നിസ്കാരത്തിന് എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയേണ്ടത്? ഫാത്തിമത്തുൽ സിയ മൈക്ക് ഓഫ് ആക്കാം. ഫാത്തിമത്തുൽ സിയ ഒരിക്കലെങ്കിലൊക്കെ ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ പറ്റണം കേട്ടോ. ആ വീട്ടിലെ കാര്യങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുക, വീട്ടിലെ കാര്യത്തിൽ ശ്രദ്ധിച്ചാല്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഫാത്തിഹ ഓതുന്നതിന്റെ വിധിയാ ചോദിച്ചത്. അപ്പൊ നീ പറഞ്ഞത് ഹൈആത്ത് സുന്നത്ത് എന്നാ. ഫാത്തിഹ ഇല്ലാതെ നിസ്കാരം ശരിയാകുമോ? ഫാത്തിഹ ഫർദല്ലേ? ബാക്കിയുള്ള കുട്ടികളൊക്കെ ശരി ഉത്തരം പറഞ്ഞു. എല്ലാം എന്നല്ല, ചില കുട്ടികളൊക്കെ, കൂടുതൽ കുട്ടികളും ശരി ഉത്തരം പറഞ്ഞു. ആ ഒരു ചോദ്യത്തിനെങ്കിലും ശരി ഉത്തരം പറയാൻ പറ്റണം. അതിനെന്ത് ചെയ്യണം? പൂർണ്ണമായി ശ്രദ്ധിക്കണം. എപ്പോഴും ചിരിയും കളിയാ. തറാവീഹ് എന്ന് പറയുന്നു ഏത് നിസ്കാരത്തിന്? റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന 20 റക്അത്ത് നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം ഏതാണ്? ഹാദി ആ ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ് വരെയാണ് തറാവീഹ് നിസ്കാരത്തിനുള്ള സമയം അല്ലെ? ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം റന ഫാത്തിമയാണ് പറയേണ്ടത്. എത്ര സലാം കൊണ്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തറാവീഹ്? റന ഫാത്തിമ.
ഒന്ന് മൈക്ക് ഓൺ ആക്കടോ. ഇതെന്ത് ഇങ്ങനെ കാത്തിരിക്കുന്നേ? മൈക്ക് ഓൺ ആക്കിയിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. രണ്ട് സലാം കൊണ്ട് 20 റക്അത്ത് നിസ്കാരം 2 സലാം മതിയോ? തറാവീഹ് എങ്ങനെ നിയ്യത്ത് ചെയ്യാം? തറാവീഹ് നിസ്കാരത്തിന് എങ്ങനെ നിയ്യത്ത് ചെയ്യാം? തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 20 റക്അത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാ നിയ്യത്ത് ചെയ്യാം. ഹാദി പറഞ്ഞേ. 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് അങ്ങനെ. ഓക്കെ. തറാവീഹ് നിസ്കാരത്തിൽ എത്ര സലാം കൊണ്ട് നിർവഹിക്കണം? എത്ര സലാം ചൊല്ലൽ നിർബന്ധമാണ്? തറാവീഹ് എന്ന നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാള് എത്ര സലാം വീട്ടൽ നിർബന്ധമായിട്ട് വരുന്നുണ്ട് അതില്? അതാണ് ചോദ്യം. 10 സലാമാണ് നിർബന്ധമായിട്ട് വരുന്നത്. ഓക്കെ 10 അല്ലെ? 20 റക്അത്ത് ആകുന്ന തറാവീഹ് നിസ്കരിക്കുമ്പോ അതിൽ ഓരോന്നും ഈ 2 റക്അത്തുകളാണ്. ഓരോ ഈ 2 റക്അത്തുകളും ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകണമെങ്കിൽ ഒന്ന് സലാം വീട്ടണ്ടേ? ഒന്നാമത്തെ സലാം വീട്ടുക എന്നുള്ളത് നിർബന്ധം. ആ നിർബന്ധമായ സലാമാണ്. അപ്പോ അങ്ങനെ